എൻ്റെ അത് ക്വസ്റ്റ്യൻ അതെന്താ ഞങ്ങൾ മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് റെയ്ഹാൻ പറയുമെന്നുള്ളതാണ്. റെയ്ഹാൻ്റെ അമ്മ അതിനെന്താണ് എൻ്റെ മകൻ അവനക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു, അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് ഇനി ചോദിക്കുമോ, അതോ ഞങ്ങൾ അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രി ആക്കില്ല കേട്ടോ, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വിശ്വസിക്കണം എന്ന പഴയ ലൈനിൽ കോൺഗ്രസ് പോകും. മുസ്ലിങ്ങളെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തുക, മുസ്ലിങ്ങളുമായിട്ടുള്ള സങ്കലനം എന്ന് പറയുന്ന സംഗതി അവസാനിപ്പിക്കുക, അസ്പർശ്യരാക്കുക. അവർ എന്ന് പറയുന്നത് നമുക്ക് അടുക്കാൻ കഴിയാത്തവരാണ്, അപരരാണ്, ശത്രുക്കളാണ്, വംശഹത്യാ ഘട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു നിലയ്ക്കും നമുക്ക് ചേർന്ന് നിൽക്കാനോ കഴിയാത്തവരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഐഡിയോളജിയുടെ ഒരു പ്രതിഫലനമാണ് ഈ കണ്ണൂർ ഈ സംഗതി. നിങ്ങൾ പോയി നോക്കുക, ആരും ഇപ്പം പലരും നേരിട്ട് പറയുന്നില്ല. ഇവരുടെ കല്യാണത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് നിക്കാഹ് ഇന്ന ദിവസം നടക്കുമെന്ന് കേൾക്കുന്നുവെന്നാണ്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലായിക്കോണം ഏതാണ് അവർ മുസ്ലിമിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള പ്രശ്നമാണ്. അതിപ്പോൾ സെയ്ഫ് അലി ഖാൻ കരീന കപൂർ കല്യാണത്തിന്റെ സമയത്തും ഈ പറയുന്ന ബഹളം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ബഹളം ഉണ്ടായില്ല. പക്ഷെ അന്നും അസ്വസ്ഥരായ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇവർക്ക് ബോളിവുഡിനുള്ള പ്രധാനപ്പെട്ട കലി എന്താ അറിയോ? ബോളിവുഡിനെ പൂട്ടിക്കെട്ടാൻ ഒരു ഘട്ടത്തിൽ ഭയങ്കരമായി ശ്രമിച്ചല്ലോ. പിന്നെ ബോളിവുഡ് പരാജയം സമ്മതിക്കുകയും ഈ നരേന്ദ്രമോദിയുടെ ബയോഗ്രാഫികൾ എടുക്കാൻ ജീവചരിത്ര സിനിമകൾ എടുക്കാൻ തീരുമാനിക്കുന്നു, പിന്നെ പുരാണങ്ങൾ എന്നുള്ള സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് അവർ അല്ലെങ്കിൽ കശ്മീർ ഫയൽസ് എടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് അവർ ബോളിവുഡിനോട് ഒരു കോംപ്രമൈസ് ആയത്. അല്ലെങ്കിൽ ബോളിവുഡിനുള്ള പ്രശ്നം ബോളിവുഡ് ഇങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതം നോക്കാതെ കല്യാണം കഴിക്കുന്നു, ഇന്ത്യൻ ബഹുസ്വരതയുടെയും മതനിരപേക്ഷതയുടെയും ഒരു ഇടമായിട്ട് അടയാളപ്പെടുത്തുന്നു. അവർക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. ഇപ്പോഴാണ് അവർ അതിനോടൊന്ന് കോംപ്രമൈസ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് മുസ്ലിങ്ങളുമായി നിങ്ങൾ എവിടെയെങ്കിലും ബന്ധമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് നേരത്തെ പ്രവർത്തിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇത് ഏതെങ്കിലും ഫ്രിഞ്ച് എലമെന്റ്സ് ആണെന്നൊക്കെ ചോദിച്ചാൽ ഇന്നിപ്പോൾ കാരവൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2500 സംഘടനകൾ ഇന്ത്യയിൽ RSSുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെന്നാണ് അവരുടെ ഒരു മാപ്പിംഗ് അവർ നടത്തുന്നത്. അപ്പോൾ RSS ചില്ലറ സംഘടനയൊന്നുമല്ല, ദുരൂഹമായ നെറ്റ്വർക്ക് RSN ഉണ്ടെന്ന്. അപ്പോൾ അവിടെയും ഇവിടെയും ഒച്ച ഉണ്ടാക്കുകയും അടിയുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഹേറ്റ് സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സ്വയം പ്രഖ്യാപിത സംഘടനകൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ പ്രധാന ധാരയുമായി ബന്ധമുള്ളതെന്ന് ഈ റിപ്പോർട്ട് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പരിപാടിയൊന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മുസ്ലിങ്ങളെ അടുപ്പിക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ അത് ക്വസ്റ്റ്യൻ. അതെന്താ ഞങ്ങൾ മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് റെയ്ഹാൻ പറയുമെന്നുള്ളതാണ്. റെയ്ഹാൻ്റെ അമ്മ അതിനെന്താണ് എൻ്റെ മകൻ അവനക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു, അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് ഇനി ചോദിക്കുമോ, അതോ ഞങ്ങൾ അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രി ആക്കില്ല കേട്ടോ, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വിശ്വസിക്കണം എന്ന പഴയ ലൈനിൽ കോൺഗ്രസ് പോകുമെന്നറിയണം. ഇഷ്ടമുള്ള മനുഷ്യരെ ഞങ്ങൾ കല്യാണം കഴിക്കും, ഇഷ്ടമുള്ള മനുഷ്യരുമായിട്ട് സ്നേഹബന്ധത്തിൽ പോകും. BJPക്കാർ തന്നെ ആരെല്ലാം എവിടെല്ലാം പോയി കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ BJPയിലെ മുസ്ലിം നേതാക്കളൊക്കെ കല്യാണം കഴിച്ചത് ആരെയാണ്? മുഖ്താർ അബ്ബാസ് നഖ്വി കല്യാണം കഴിച്ചത് ആരെയാണ്? ഷാനവാസ് ഹുസൈൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആരെയാണ്? ഒക്കെ ഹിന്ദു യുവതികളെയാണല്ലോ. അപ്പോൾ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എൻ്റെ മകൻ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കുന്നു, ഞങ്ങൾ കഴിക്കും, നിങ്ങളാരാണ് ചോദിക്കാനെന്നുള്ള ഉറച്ച ശബ്ദം അവിടുന്ന് വരുമെന്ന് വെയിറ്റ് ചെയ്യണം.